തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന്റെ പ്രവർത്തനം തള്ളാതെ ഷാഫി പറമ്പിൽ MP. AICCക്ക് അസിസ്റ്റൻസ് ആണ് കനഗോലു നൽകുന്നത്. LDF സർക്കാർ പൂർണ്ണമായും PR മാത്രമായി മാറിയെന്ന വിമർശനവും ഷാഫി ഉന്നയിക്കുന്നു. 24നോടാണ് ഇക്കാര്യം പറഞ്ഞത്. മുഖ്യമന്ത്രിയെ മോഹൻലാൽ ഇന്റർവ്യൂ ചെയ്തതിനെ ഷാഫി പറമ്പിൽ പരിഹസിക്കുകയാണ്. ആര് ഇന്റർവ്യൂ ചെയ്താലും സർക്കാരിനെ രക്ഷിക്കാൻ കഴിയില്ലെന്നും പറയുന്നു ഷാഫി പറമ്പിൽ. ദീപക് ധർമ്മടമാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. ദീപകുമായി നടത്തിയ അഭിമുഖത്തിലാണ് അത് പറഞ്ഞത്. പ്രതികരണം ഷാഫി പറമ്പിൽ MP നമ്മളോടൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കേണ്ട സമയം, അതിന്റെ യാത്ര ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. എത്രമാത്രം കോൺഫിഡൻസ്? ഈ ഓവർ കോൺഫിഡൻസ് കൊണ്ട് UDF ഉള്ള സാധ്യത കളയുമെന്ന ചർച്ചയും കൂടി കോൺഗ്രസ് അനുഭാവികൾക്കിടയിൽ നിന്ന് തന്നെ തുടങ്ങി. അല്ല, അത് ആദ്യം കോൺഗ്രസ് അനുഭാവികൾക്കിടയിലല്ല, CPM-ന്റെ പ്രചരണങ്ങളാണ്. കണ്ടിന്യൂസ് ആയി കൺസിസ്റ്റന്റ് ആയി ഞങ്ങൾ പെർഫോം ചെയ്ത് വരുന്നുണ്ട്. ഞങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്ത് അതിനുവേണ്ടി മിഷൻ തയ്യാറാക്കി ഉപതെരഞ്ഞെടുപ്പുകൾ എങ്ങനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എല്ലാത്തിലും ഉപരി ഇവിടെ ഭരിക്കുന്ന ഒരു സർക്കാരുണ്ടല്ലോ, അതുണ്ടാക്കുന്ന ജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രയാസം ചെറുതുവല്ലോ ആണോ? ജനങ്ങൾ വെറുതെ ഇരിക്കുകയാണോ? ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടതല്ല പടം, അത് ട്രെയിലറാ. പടം വരാനിരിക്കുന്നേ ഉള്ളൂ. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഓവർ കോൺഫിഡന്റ് ആവാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ആരും ഇപ്പോൾ എഴുതി ഒപ്പിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ട് ചെയ്താൽ തന്നെ അത് കിട്ടുള്ളൂ. അവർ വോട്ട് ചെയ്യുന്ന അവരുടെ വോട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താനുള്ള എക്സസൈസ് ഇപ്പോൾ ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങളുടെ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം SIR-ന്റെ പേരിൽ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയാം. ഇപ്പോൾ ഫൈനൽ പട്ടിക എന്ന് പറഞ്ഞാൽ അതും ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും അറിയാം അത് കരട് പട്ടികയേക്കാളും മോശമായിരുന്നു എന്നുള്ളത്. കനഗോലുവിന്റെ പരീക്ഷണങ്ങൾ കേരളത്തിൽ വിജയിക്കില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ വിജയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരം ക്യാമ്പയിനുകളൊന്നും വിജയിക്കില്ല എന്നാണ്. കനഗോലു അതിന് പ്രത്യേകിച്ച് വേറെ പരീക്ഷണമൊന്നും ഇവിടെ നടത്തുന്നില്ല. അതായത് കോൺഗ്രസ് പാർട്ടി ഏൽപ്പിച്ച ജോലി എന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇവിടുത്തെ പാർട്ടി ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പൾസും പാർട്ടി ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ പാർട്ടി UDF ആലോചിച്ചിട്ട് തന്നെ എത്തിയത്. അല്ലാതെ ഇതിന്റെ എല്ലാം മേലെ ഞങ്ങൾ ആരെങ്കിലും സ്ഥാപിച്ചിട്ട് അവരെന്താ പറയണമെന്ന് നോക്കിയിട്ടല്ല ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വേറൊരു സംവിധാനം കംപ്ലീറ്റ്ലി PR മാത്രമായിട്ട് മാറുന്ന നമ്മൾ കാണുന്നില്ലേ? കിഫ്ബി പോലും ഒരു PR എക്സസൈസ് ആയിട്ട് മാറുകയല്ലേ? 10-100 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് പരസ്യത്തിന് എടുത്ത് കൊടുക്കല്ലേ? 9.5% പലിശക്കൊക്കെ പൈസ എടുത്തിട്ട് അതിനെ പരസ്യത്തിന് ചെലവാക്കാന്ന് പറഞ്ഞ ഈ മോഹൻലാലിന്റെ ഇന്റർവ്യൂ ഒരു കാര്യം പറയാം, ആര് ഇന്റർവ്യൂ ചെയ്താലും ഇത്തവണ സർക്കാരിനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ജനങ്ങൾ അവരുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ജനങ്ങൾ അവരുടെ എല്ലാ അഭിമുഖവും കാഴ്ചപ്പാടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആര് ഇന്റർവ്യൂ ചെയ്താലും ഇടതുമുന്നണിയെ രക്ഷപ്പെടുത്താനാകില്ല എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം വയനാട്ടിൽ നിന്നും ദീപക് ധർമ്മടം, 24. ദീപക് ധർമ്മടം നമുക്കൊപ്പം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ദീപക്, അപ്പോൾ ഈ PR എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ PR തന്നെയാണ് അത് കൃത്യമായി ചിട്ടപ്പടി അതങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രവർത്തനം കർമ്മമണ്ഡലം അങ്ങനെയാണെന്ന് ഷാഫി പറയുന്നു. ഒപ്പം ആര് വിചാരിച്ചാലും സർക്കാരിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നും പറയുന്നു. സ്മിത, വലിയ രാഷ്ട്രീയ മാനമുള്ള തുറന്നു പറച്ചിലാണ് യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ നടത്തിയത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം PR ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുകയാണ്. അതിൽ അദ്ദേഹം ഇടതുമുന്നണിക്കെതിരെയാണ് സംവിധാനമാകെ PR-ആയി മാറി സർക്കാരിനെതിരെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നു. സുനിൽ കനഗോലുവിനെ AICC ഏൽപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം AICC-യുടെ അസിസ്റ്റൻസ് ചെയ്യുകയാണ്. മാത്രമല്ല കോൺഗ്രസ് പാർട്ടി ഏൽപ്പിച്ച ദൗത്യമാണ് സുനിൽ കനഗോലു കേരളത്തിൽ ചെയ്യുന്നത് എന്ന് ഇതാദ്യമായി ഒരു കോൺഗ്രസിന്റെ നേതാവ് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് വലിയ രാഷ്ട്രീയ പ്രാധാന്യം. മാത്രവുമല്ല ഷാഫി പറമ്പിൽ MP ഒരു കാര്യം കൂടി പറയുന്നു. അദ്ദേഹം ഏതെങ്കിലും തന്ത്രങ്ങൾ പയറ്റുകയല്ല, കോൺഗ്രസ് പാർട്ടി ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിറവേറ്റുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് AICC-ക്കുള്ള അസിസ്റ്റൻസ് ആണ് നൽകുന്നത് എന്ന് പറയുന്നു. കേരളത്തിൽ മറ്റെന്തെങ്കിലും പയറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇടതു സർക്കാരിനെ, ഗവൺമെന്റിനെ, പിണറായി സർക്കാരിനെ കടന്നാക്രമിക്കുന്നത്. ആകെപ്പാടെ PR-ആയി മാറിയിരിക്കുന്നു. മാത്രവുമല്ല മോഹൻലാലിന്റെ പിണറായിയുമായുള്ള ഏറെ വൈറലായ ഇന്റർവ്യൂവിനെ കുറിച്ചും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. ആ ഇന്റർവ്യൂ ചെയ്തിട്ടും ഇടതു സർക്കാരിനെ രക്ഷപ്പെടുത്താനാകില്ല, ജനങ്ങളുടെ ഇന്റർവ്യൂവിൽ അവർക്ക് എതിരായി ജനവിധി ഉണ്ടാകും എന്നുകൂടി പറയുകയാണ്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുനിൽ കനഗോലു കേരളത്തിൽ ഓപ്പറേഷൻ നടത്തുന്നു എന്ന് കോൺഗ്രസ് ഇതാദ്യമായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. അതാണ് ഷാഫി പറമ്പിൽ 24നോട് പറഞ്ഞിരിക്കുന്നത്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.